രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഇപ്പോൾ പ്രതിഷേധം പലയിടങ്ങളിലും നടക്കുകയാണ്. പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആർ റോഷിപാൽ തുടരുന്നു നമുക്കൊപ്പം. ആർ റോഷിപാൽ, ഗത്യന്തരമില്ലാതെ നാണം കെട്ടുള്ള ഒരു പടിയിറക്കമായി പോയില്ലേ ഇന്നത്തേത്? സുജയ പാർവതി, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഗത്യന്തരമില്ലാതെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയിറങ്ങുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിടുകയുണ്ടായി. അതിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റകൃത്യം ചെയ്തു. ഒരു പെൺകുട്ടിയോട് എത്ര മോശമായി, എത്ര ക്രൂരമായി പെരുമാറാൻ കഴിയുമോ അത്രത്തോളം ക്രൂരമായി പെരുമാറി എന്നതിന്റെ തെളിവ് കൂടിയായി അത് മാറി. പിന്നീട് ഒരു നിമിഷം പോലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പിടിച്ചു നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉച്ചയോടെ രാജിവെക്കുന്നത്. പക്ഷേ KPCC നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കാര്യം സ്വന്തമായി പറയാൻ അനുമതി നൽകി എന്നത് മാത്രമാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദാര്യം, അതുമാത്രമാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദാര്യമല്ല രാജി എന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായി ആ പദവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ കഴിയുക എന്നതാണ് ചോദ്യം. എല്ലാ യുവജന സംഘടനകളും തെരുവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരമാണ്. കോൺഗ്രസ് ഇപ്പോഴും പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് ഒരു മാസത്തിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് ആയുധം നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ എന്ന ആശങ്ക കൂടി കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. സുജയ, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ റോഷിപാൽ, ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സംരക്ഷണ കവചവുമായി ഒപ്പം നിന്നിരുന്ന VD സതീശനും അതോടൊപ്പം തന്നെ അത്ര തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണല്ലോ ഷാഫി പറമ്പിൽ MPയുടേത്. ഷാഫിയുടെ ഭാഗത്തു നിന്ന് ശ്മശാന മൂകതയാണല്ലോ. എവിടെയെങ്കിലും പ്രതികരിച്ചോ? വിജയപാർവതി, അവരുടെ പ്രതികരണം ഇതുവരെ വന്നതായി ശ്രദ്ധയിൽപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. അത് പ്രതികരണത്തിൽ കൂടുതലായി മാധ്യമങ്ങൾക്കെതിരെയുള്ള രോഷപ്രകടനമാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ഇതുവരെ പ്രതികരിച്ചില്ല. കാരണം അവരൊക്കെ പ്രതികരിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച രണ്ട് നേതാക്കളാണ് കോൺഗ്രസിലേത്. ഒന്ന് ഷാഫി പറമ്പിൽ, രണ്ടാമത്തേത് VD സതീശനുമാണ്. ഇവർ ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നേരത്തെ തന്നെ ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പല സംസ്ഥാന നേതാക്കൾക്കും ഈ പരാതി വരികയും അവർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ പിന്നീട് പല പെൺകുട്ടികളും കോൺഗ്രസിലെ വനിതാ നേതാക്കളൊക്കെ അവർ ദേശീയ നേതൃത്വത്തെ സമീപിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് MLA പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വരുമോ? ഇനി അടുത്ത പാലക്കാട് നിയമസഭാ ജനറൽ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് നൽകുമോ? അത് നിഷേധിക്കുമോ? അവിടെ ആര് മത്സരിക്കും? ഷാഫി പറമ്പിൽ തിരിച്ചെത്തുമോ പാലക്കാട് ഒരു വട്ടം കൂടി എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ അതൊക്കെയാണ്. ഒപ്പം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാഹുലിന് പകരക്കാരനായി ആരെത്തുമെന്ന ചോദ്യമുണ്ട്. ഏതായാലും വനിതാ നേതാക്കളടക്കം ആത്മാഭിമാനത്തോടെ അവർ തങ്ങൾക്ക് ഇങ്ങനെ ഒരു പെണ്ണുപിടിക്കുന്നവനെ വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു സംശയമുനയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതാണ് സമ്മർദ്ദമേറിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിൽ, ഒപ്പം സ്നേഹ അടക്കമുള്ള നേതാക്കൾ അവർ പരസ്യമായി അവരുടെ നിലപാട് പ്രകടിപ്പിച്ചു. ഒപ്പം ജിൻഡോ നിലപാടെടുത്തു. അങ്ങനെ KSUവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ നിലപാടെടുക്കുന്നു. അങ്ങനെ പലരും അവർ കൃത്യമായി ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. മൗനം പാലിച്ചവരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കവചമൊരുക്കാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇറങ്ങി ഈ പറഞ്ഞ വെളിപ്പെടുത്തൽ നടത്തിയ, പരാതി ഉയർത്തിയ പെൺകുട്ടികളെ സാമൂഹ്യ മാധ്യമത്തിൽ വേട്ടയാടിയ നേതാക്കളുണ്ട്. എന്തായാലും വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായി. ഈ ആരോപണങ്ങളും തെളിവുകൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ആടി ഉലഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി എന്താണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട്? കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അമർഷം പുകയുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. റോഷിപാലിനൊപ്പം നമുക്കൊപ്പം സായ്കുമാർ കൂടി ചേരുകയാണ്. സായ്കുമാർ, ഈ ചാറ്റ് സായ്കുമാർ വായിച്ചു കാണുമല്ലോ. നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്യുന്ന ആളുകളുടെ സന്ദേശങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ആ പെൺകുട്ടിയുടെ അവസ്ഥ അവൾ പറയുമ്പോൾ എന്നും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയതിന് ശേഷം ഗർഭഛിദ്രത്തിനായി ഗുളിക കഴിച്ചാൽ മതി എന്ന് പറയുകയാണ്. ആ പെൺകുട്ടിയുടെ ആരോഗ്യം എന്താകും, അല്ലെങ്കിൽ അത് അവൾക്ക് സുരക്ഷിതമാണോ, അങ്ങനെ പോലും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി പോയാൽ മതി. ആ ഒരു ലൈൻ പിടിക്കുന്നതല്ലേ നമുക്ക് ഈ ചാറ്റ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് സായ്കുമാർ?
തീർച്ചയായും സുജയ, അങ്ങേയറ്റം വിമർശിക്കേണ്ട, ഞെട്ടിപ്പിക്കുന്ന ക്രൂര കുറ്റകൃത്യം തന്നെയാണ് ജനപ്രതിനിധി കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു. ഒരു തരത്തിലും ഇതൊന്നും അംഗീകരിക്കാതെ പൂർണ്ണമായും ഒരു രക്തസാക്ഷി പരിവേഷം ചമഞ്ഞ് കൊണ്ടുള്ള ഒരു രാജ്യപ്രഖ്യാപനമാണ് എപ്പോഴും കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അമിത ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം നിഷേധിക്കുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാതെ ചോദ്യം ചോദിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ തിരിച്ച് പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അതെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. അതുതന്നെയാണ് ഇന്നും നമ്മൾ കണ്ടത്. കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിട്ടും കൃത്യമായി ഇന്നലെ യുവനടിയടക്കം ആ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് കേൾക്കുന്ന ആർക്കും അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ഉറച്ച് പറയാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ, ഇന്ന് ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു. അതിനുശേഷം ചാറ്റുകൾ പുറത്തു വരുന്നു. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും പറയാതെയാണ് അവസാനം 1:30 ഞാൻ രാജി പ്രഖ്യാപിക്കുന്നു. ഈ സമയത്ത് ഇത് ചർച്ച ചെയ്ത് സമയം കളയേണ്ടതല്ല, സർക്കാരിനെതിരായ സമരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ന്യായം പറഞ്ഞുകൊണ്ടുള്ള രാജിപ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈക്കമാൻഡ് രാജി എഴുതി വാങ്ങിയതാണ്. നാണം കെട്ടുള്ള ഒരു പടിയിറക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. ഒരു മിനിറ്റ് പോലും ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. പാർട്ടിക്കകത്ത് നിന്ന് പോലും നിശിതമായിട്ടുള്ള വിമർശനമാണ് ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് കേൾക്കേണ്ടി വന്നത്. അതെല്ലാം പുറത്തേക്ക് വരികയും ചെയ്തു. കേരളീയ പൊതുസമൂഹം അത് കേൾക്കുകയും ചെയ്തു. ഇനിയുള്ള ചോദ്യം സുജയ, ഇത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് ജനപ്രതിനിധിയായി തുടരാൻ അർഹതയുണ്ടോ എന്നുള്ളതാണ്. വെറും പാർട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞാൽ മതിയോ? പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇതിൽ അദ്ദേഹം ജനപ്രതിനിധിയായി തുടരുന്നതിലുള്ള രോഷം അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഇതൊരു പരാതി, ആരെങ്കിലും പരാതി നൽകിയോ എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ പറയുന്നത് പരാതി ആർക്കു വേണമെങ്കിലും ചമയ്ക്കാമല്ലോ എന്നുകൂടി രാഹുൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ഒത്തുതീർപ്പിന്റെ ഭാഗമായി ആരും പരാതിയുമായി പോകില്ല എന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ റിനി വളരെ ആത്മധൈര്യത്തോട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു, ഒരു വ്യക്തിയോടല്ല തന്റെ യുദ്ധം, അതൊരു പ്രസ്ഥാനത്തോടുമല്ല, പക്ഷേ ഇതൊരു സാമൂഹ്യമായ കാര്യമാണ്, സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ, വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുമ്പോഴും രാഹുൽ ഇന്ന് പ്രതിരോധിക്കുന്നത് തനിക്കെതിരെ എന്ത് തെളിവാണ്, തനിക്കെതിരെ എന്ത് പരാതിയാണ് നൽകിയിട്ടുള്ളത്. പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നേരിടും, കോടതിയിൽ താൻ നിരപരാധിയാണെന്ന് തെളിയിക്കും. അപ്പോൾ പരാതിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാ ആരോപണങ്ങളെയും ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകളെയും പ്രതിരോധിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് രാഹുൽ എടുത്തുപയോഗിക്കുന്ന കവചം. ആര്യ, തനിക്കെതിരെ ഒരു പരാതി ഉണ്ടോ, അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ നിയമപരമായി നേരിട്ട് കൊള്ളാം എന്നുള്ള വെല്ലുവിളി തന്നെയാണ് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുകയും ചെയ്ത. അതോടൊപ്പം രാഹുൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇനി ആരെങ്കിലും പരാതിയുമായി പോയാൽ അത് ആർക്കു വേണമെങ്കിലും പരാതി ചമയ്ക്കാമല്ലോ, CPIM-ന് ചമയ്ക്കാമല്ലോ, അവർക്ക് എളുപ്പത്തിൽ ചമയ്ക്കാൻ കഴിയും എന്നൊക്കെയുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ അതിന് മറുപടി പറയുന്നത്. ഇന്ന് പാർട്ടി കോൺഗ്രസ് നേതൃത്വവും ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കണം. അതായത് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞൊരു രക്തസാക്ഷി പരിവേഷം ചമയ്ക്കാൻ അവസരം കൊടുത്തുകൊണ്ടുള്ളൊരു രാജിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് തന്നെ പിതൃതുല്യനായി കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും ആരുടെയെങ്കിലും പേര് പറഞ്ഞു എന്നാണ്. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായി. അതായത് ഈ പിതൃതുല്യനായി താൻ കാണുന്ന ആൾ പോലും ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞിട്ട് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താത്തത് കൊണ്ടാണ് 3 വർഷം മുൻപ് സംഭവിച്ച കാര്യം, അതിനുശേഷം അവരോട് എത്രയോ പെൺകുട്ടികൾ പറഞ്ഞ കാര്യം, അത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നവർക്ക് പറയേണ്ടി വന്നത് ഈ പാർട്ടിക്കകത്ത് പരാതി പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അവർക്ക് കൃത്യമായി പൊതുസമൂഹത്തോട് ഈ വിവരങ്ങൾ പറയേണ്ടി വന്നത്. അവർ ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പിതൃതുല്യനാണ്, തനിക്ക് ഈ പാർട്ടിയോട് സ്നേഹമുണ്ട്, പാർട്ടി നേതാക്കളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ആ പാർട്ടിക്കകത്ത് പ്രധാനപ്പെട്ട ആളുകളോട് പോലും പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുമില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഭാഗത്തെക്കുറിച്ച് പക്ഷേ പ്രതിപക്ഷ നേതാവോ രാഹുൽ മാങ്കൂട്ടത്തിലോ ആരും സായി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്നതും. എന്ത് നിലപാടാണ് ഈ പരാതി പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്വീകരിച്ചിട്ടുള്ളത് എന്നതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്.